ഹലോ എവരിവൺ. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഫീൽഡ്സ്. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ് എന്ത്? ഡൈപോൾ. സോ മക്കളെ, നമുക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരു കാര്യമാണ് ഡൈപോൾ എന്താണെന്നുള്ളത്. സോ വാട്ട് ഈസ് ഡൈപോൾ? ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇത് ക്യൂ ആണെങ്കിൽ ഇത് മൈനസ് ക്യൂ ആണ്. ഇവ തമ്മിലുള്ള ദൂരം 2a എന്ന് പറയാറുണ്ട്, d എന്ന് പറയാറുണ്ട്. സോ വാട്ട് എവർ, ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ചാർജസ് ആണ്. ഡൈപോൾ മൊമെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ്. സോ ഇവിടെ ഡൈപോൾ മൊമെന്റിന്റെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ആക്സിയൽ പോയിന്റിലെ ഫീൽഡും അതേപോലെ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ഡൈപോളിന്റെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡൈപോൾ മൈനസ് ക്യൂ, ഇത് പ്ലസ് ക്യൂ, അതുപോലെ ഇതൊരു മൈനസ് ക്യൂ, ഇവിടെ പ്ലസ് ക്യൂ. സോ ഇതിന്റെ കറക്റ്റ് ആക്സിസിലാണ് പോയിന്റ് എങ്കിൽ ആ ആക്സിൽ ഉണ്ടാവുന്ന ഫീൽഡിനെ പറ്റി നമ്മൾ പഠിക്കുന്ന ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ആ ആക്സിൽ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഫോർ എ ഷോർട്ട് ഡൈപോൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എവിടേക്കാണോ അതേ ഡയറക്ഷനിലായിരിക്കും ആക്സിൽ ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ആക്സിയൽ പോയിന്റ് ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതേ ഡയറക്ഷനിലേക്കായിരിക്കും. അപ്പൊ ഇവിടെ നോക്കണേ, ഇവിടെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാ? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. ദിസ് ഡയറക്ഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. എന്നാൽ ഇവിടെ ഒരു ഇക്വറ്റോറിയൽ പോയിന്റ് ആണ് ഞാൻ കൺസിഡർ ചെയ്യുന്നതെങ്കിലോ, ഇക്വറ്റോറിയൽ പോയിന്റ് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ മൈനസ് ക്യൂം അതേപോലെ പ്ലസ് ക്യൂം ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡിന്റെ നെറ്റ് ഫീൽഡ്, അതാണ് ഡൈപോൾ മൊമെന്റ് കാരണം ഉണ്ടാവുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്. ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇക്വറ്റോറിയൽ പോയിന്റിൽ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കായിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഇതാണ് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡിന്റെ ഡയറക്ഷൻ. ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ നേരെ ഡൈപോൾ മൊമെന്റ് ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ട് ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡ് ഇങ്ങോട്ടേക്കാണ്. ആക്സിയൽ പോയിന്റിലെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡൈപോൾ മൊമെന്റ് സെയിം ഡയറക്ഷൻ ആണ്. ഇവ നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നില്ലേ? ആക്സിയൽ പോയിന്റിലെ ഫീൽഡിന്റെ ഇക്വേഷൻ എന്താ? കെ ഇൻറ്റു 2p ഡിവൈഡ് ബൈ ആർ ക്യൂബ് ഫോർ എ ഷോർട്ട് ഡൈപോൾ. അതേപോലെ ഇക്വറ്റോറിയൽ പോയിന്റിലെ ഫീൽഡ് എന്താ? kp ഡിവൈഡ് ബൈ ആർ ക്യൂബ് അല്ലേ? p ഈസ് ഡൈപോൾ മൊമെന്റ്. k മീൻസ് 1/4πε0. r എന്ന് പറഞ്ഞാൽ ഫ്രം ദ സെന്റർ, ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരമാണ് r. ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ദൂരമാണ് r. ഇതാണ് r എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യമുണ്ട്. നമ്മൾ നോർമലി ആക്സിയൽ പോയിന്റും ഇക്വറ്റോറിയൽ പോയിന്റുമാണ് നമ്മൾ പഠിക്കുക. എന്നാൽ ഡൈപോൾസിന്റെ ഈ രണ്ടാളുകളുടെയും ഇടയിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ചോദ്യം നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. വേറെ എക്സൈസ് 1.8 ആണ്. ചോദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 2 point charges Q1 is equal to 3 microcoulomb and Q2 is equal to minus 3 microcoulomb are located 20 cm apart in vacuum. So രണ്ടാളുകൾ നമ്മൾ വരയ്ക്കുന്നു. ആരാ? ഇത് 3 microcoulomb, ഇത് minus 3 microcoulomb. ഇവ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 20 cm ആണ്. What is the electric field at the midpoint O of the line AB joining the two charges? So ഇതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് ആണ്. ഇത് O ആണെന്ന് വിചാരിക്കും. ഇവിടെ ഉണ്ടാവുന്ന ഫീൽഡാണ്. നമുക്ക് ആക്സിയൽ പോയിന്റും അറിയാം, ഇക്വറ്റോറിയൽ പോയിന്റും അറിയാം. ഡൈപോളിന്റെ ഇടയിൽ ഒരു പോയിന്റ് തരികയാണെങ്കിൽ അവിടെ ഫീൽഡ് കണ്ടുപിടിക്കുന്ന ടൈപ്പ് ചോദ്യം വരികയാണെങ്കിൽ സാധാരണ നോർമൽ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം എത്രയാ? 20യുടെ പകുതി 10 സെന്റിമീറ്റർ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാ? 10 സെന്റിമീറ്റർ. ഈ ഡയറക്ഷൻ ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്തായിരിക്കും? എവേ ആയിരിക്കും അല്ലെ? സോ അയാൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്ന ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലേക്കായിരിക്കും. അത് നമുക്ക് ഈ എന്ന് വിളിക്കാം. പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന ഫീൽഡ് എവേ ആയിരിക്കും. എന്നാൽ ഇപ്പുറത്ത് നെഗറ്റീവ് ചാർജ് അല്ലേ? നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡും എന്താണ്? നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്താ? അതായത് പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഒരു പോയിന്റ് എന്തായിരിക്കും? എവേ ആയിരിക്കും. അതേപോലെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് എന്തായിരിക്കും? ഇവിടെയാണ് പോയിന്റ് എങ്കിൽ ആ പോയിന്റിലേക്കായിരിക്കും, ടുവാർഡ്സ് ആയിരിക്കും. സോ ഇത് പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് എവേ ആയിരിക്കും, നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് ടുവാർഡ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കണം, ഇവിടെ നെഗറ്റീവ് ചാർജ് അല്ലേ, ഇവിടെ അല്ലേ പോയിന്റ്. സോ ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് എങ്ങോട്ടേക്കായിരിക്കും? അതിലേക്ക് തന്നെയായിരിക്കും, ടുവാർഡ്സ് ആയിരിക്കും. സോ നെഗറ്റീവ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഞാൻ മാർക്ക് ചെയ്യുന്നു. അതും സെയിം ഡയറക്ഷൻ. അത് ഞാൻ E2 എന്ന് വിളിച്ചു. ഒന്ന് E1 ആണ്, ഒന്ന് E2 ആണ്. ഇനി എന്റെ ചോദ്യം, E1ന്റെയും E2ന്റെയും വാല്യൂ ഈക്വൽ ആണോ? യെസ് ഇറ്റ് ഈസ്. കാരണം E1ന്റെ ഇക്വേഷൻ ഇതാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു Q 3 ഇൻറ്റു 10⁻⁻6 ഡിവൈഡ് ബൈ R സ്ക്വയർ. 10 സെന്റിമീറ്റർ അല്ലേ? സെന്റിമീറ്റർ മീറ്ററിലേക്ക് ആക്കാൻ ഇൻറ്റു 10⁻², അതിന്റെ സ്ക്വയർ ആണ്. അതുപോലെ ഞാൻ E2ന്റെ ഇക്വേഷൻ ഇതാണെങ്കിലോ, വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ E2? E2 എന്ന് പറഞ്ഞാൽ 1/4πε0 ഇൻറ്റു 3 ഇൻറ്റു 10⁻⁻6. അവിടെ നെഗറ്റീവ് ചാർജ് ഇടേണ്ടതെന്ന് ചോദിക്കരുത്. കാരണം നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ടാണ് നമ്മൾ വെക്ടർ വരയ്ക്കുന്നത്. പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് നമ്മൾ വരയ്ക്കുന്നു, നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് നമ്മൾ വരയ്ക്കുന്നു. വരച്ചതിന് ശേഷം പിന്നെ നിങ്ങളുടെ സൈൻ ഇടരുത് കേട്ടോ. ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്? ആ പോയിന്റിലേക്കുള്ള ദൂരം 10 സെന്റിമീറ്റർ തന്നെ. സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റി ഇൻറ്റു 10⁻², എന്നിട്ട് അതിന്റെ സ്കോർ എടുക്കുന്നു.
സോ നോക്കുമ്പോൾ E1ന്റെയും E2വിന്റെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. E1ന്റെയും E2വിന്റെയും വാല്യൂ എന്താണ്? ഈക്വൽ ആണ്. സോ E1ന്റെയും E2വിന്റെയും വാല്യൂ ഈക്വൽ ആയതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, നെറ്റ് ഫീൽഡ് അറ്റ് O എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് അതിനെ 2E എന്ന് വിളിക്കാം. രണ്ടിന്റെ വാല്യൂ E ആണെങ്കിൽ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എന്ത് വിളിക്കാം? 2E എന്ന് വിളിക്കാം. സോ നമുക്കിവിടെ 2 ഇൻറ്റു വാട്ട് ഈസ് E എന്ന് പറഞ്ഞാൽ 1/4πε0 9 ഇൻറ്റു 10⁻⁹ അല്ലേ? Q1 എത്രയാ? 3 ഇൻറ്റു 10⁻⁻6 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 10⁻⁻2 എത്രയാ? 10 ഇൻറ്റു 10⁻⁻2 10⁻⁻1 അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 10⁻⁻2 എന്ന് വരും. അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു 9 അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം. 3 ഇൻറ്റു 2 6 അല്ലേ? 6 ഇൻറ്റു 9 54 അല്ലേ? 54 ഇൻറ്റു 10⁻9 10⁻⁻6 പ്ലസ് 3 ആണ്. -2 മുകളിൽ പോകുമ്പോൾ +5 ആണ്. സോ 54 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ പെർ കൂളോം ഇസ് റൈറ്റ് ആൻസർ. ഇനി പോയിന്റ് ഫോമിൽ എഴുതുകയാണെങ്കിൽ 5.4 ഇൻറ്റു 10⁻6 ന്യൂട്ടൺ പെർ കൂളോം ആണ് നമുക്ക് ആൻസർ വരിക. സോ ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. കാരണം നമ്മൾ ആക്സിയൽ പോയിന്റിന്റെയും അതേപോലെ ഇക്വറ്റോറിയൽ പോയിന്റിലെയും ഒക്കെ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഡെറിവേഷൻസ് അടക്കം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഡൈപോളിന്റെ ഇൻ ബിറ്റ്വീൻ ഉണ്ടാവുന്ന മിഡ് പോയിന്റിൽ ഒരു ചോദ്യം വരികയാണെങ്കിൽ അവിടെ നിങ്ങൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മെത്തേഡ് മനസ്സിലാക്കുക. മെത്തേഡ് എന്താ? പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് എന്തായിരിക്കും? എവേ ആയിരിക്കും. നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡ് എന്തായിരിക്കും? ടുവാർഡ്സ് ആയിരിക്കും. ഈ രണ്ട് ഫീൽഡുകളും ആഡ് ചെയ്യണം. അത് ഈക്വൽ ആണെങ്കിൽ 2E എന്ന് എഴുതിയാൽ മതി. ഈ ഒരു എക്സസൈസിൽ നിന്ന് ജെഇക്ക് അതേപോലെ നീറ്റിന് ചോദ്യങ്ങൾ വരാറുണ്ട്. 2022 ജെഇക്ക് ഇതേ കോൺസെപ്റ്റ് ഉപയോഗിച്ച് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊരു ചോദ്യം നമുക്ക് നോക്കാം. അപ്പൊ നീറ്റ് ആയിക്കോട്ടെ ജെ ആയിക്കോട്ടെ ഏത് ആസ്പിറന്റ് ആണെങ്കിലും കോൺസെപ്റ്റ് മനസ്സിലാക്കുക, ഐഡിയാസ് മനസ്സിലാക്കിയെടുക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. 2 point charges A and B of magnitude 8 into 10⁻⁻6 minus 8 into 10⁻�6 respectively are placed at a distance D apart. സോ നമുക്കറിയാം ഇവിടുന്ന് ഇവ തമ്മിലുള്ള ദൂരം വരയ്ക്കുകയാണെങ്കിൽ ഇതെത്രയാണ്? 8 into 10⁻⁻6 ആണ്. ഇതെന്താ? -8 into 10⁻⁻6 ആണ്. ഇവ തമ്മിലുള്ള ദൂരം D ആണ്. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദ മിഡ് പോയിന്റ് O. മിഡ് പോയിന്റിൽ ഉണ്ടാവുന്ന ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ചാർജിന്റെ ഫീൽഡ് ഇങ്ങോട്ടേക്കായിരിക്കും, നെഗറ്റീവ് ചാർജിന്റെ ഫീൽഡും ഇങ്ങോട്ടേക്കായിരിക്കും. രണ്ടും കൂടി കൂട്ടുമ്പോൾ നെറ്റ് ഫീൽഡ് 2E ആണ് നമ്മൾ പഠിച്ചു. സോ നെറ്റ് ഫീൽഡ് അറ്റ് O എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ഓഫ് E ആണ് നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം D/2 ആയിരിക്കും, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരം D/2 ആയിരിക്കും. കാരണം ഇവ തമ്മിലുള്ള ദൂരം D ആണെങ്കിൽ മിഡ് പോയിന്റിലേക്കുള്ള ദൂരം അതിന്റെ പകുതിയാണ്. അപ്പോൾ മിഡ് പോയിന്റ് ഉണ്ടാവുന്ന ഫീൽഡ് ക്വസ്റ്റിൽ പറയുന്നുണ്ട്, നെറ്റ് ഫീൽഡ് ക്വസ്റ്റിൽ പറയുന്നുണ്ട് ഡിസ്റ്റൻസ് D ആ ചോദിച്ചിരിക്കുന്നത്. സോ ഈ കോൺസെപ്റ്റ് അറിയുന്ന കുട്ടികൾ ഇതാ ചെയ്യാൻ വേണ്ടി പറ്റുക. സോ എന്താണ് കോൺസെപ്റ്റ്? നെറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1/4πε0 ഇൻറ്റു ചാർജ് ഡിവൈഡ് ബൈ ആ പോയിന്റിലേക്കുള്ള ദൂരം. ആ പോയിന്റിലേക്കുള്ള ദൂരത്തിന്റെ സ്ക്വയറാണ്. ആ പോയിന്റിലേക്കുള്ള ദൂരം D-യുടെ പകുതിയാണ്. അപ്പൊ D/2 സ്ക്വയർ എടുക്കണം. ആ ഒരു സംഭവം നിങ്ങൾ വിട്ടുപോയാൽ ആൻസർ തെറ്റും. D/2 ഹോൾ സ്ക്വയർ. നെറ്റ് ഫീൽഡ് എത്രയാ? 6.4 ഇൻറ്റു 10⁻4. ഇനി ഞാൻ എന്ത് എക്സ്പാൻഡ് ചെയ്യുന്നു? ആൻസറിലേക്ക് മൂവ് ചെയ്യുന്നു. സോ 6.4 ഇൻറ്റു 10⁻4 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/4πε0 9 ഇൻറ്റു 10⁻9 ആണ്. ക്യൂവിന്റെ വാല്യൂ 8 ഇൻറ്റു 10⁻6 ആണ്. ഡിയുടെ സ്ക്വയർ D സ്ക്വയർ ബൈ 2ന്റെ സ്ക്വയർ 4 ഇറങ്ങി മുകളിലേക്ക് പോകുന്നു. അടുത്ത സ്റ്റെപ്പില് 64 എഴുതിക്കൂടെ? 6.4 64 ഇൻറ്റു 10⁻3 2 ഇൻറ്റു 9 18 എഴുതാം. 18 ഇൻറ്റു 4 ഇൻറ്റു 8 ഇൻറ്റു 10⁻9ഉം 10⁻6ഉം 10⁻+3 വരും. താഴത്തൊരു D സ്ക്വയർ ഉണ്ട്. സോ ഈ ഒരു 8 64ൽ 8 പ്രാവശ്യം പോകും. 4 8ൽ 2 പ്രാവശ്യം പോകും. 2 18ൽ 9 പ്രാവശ്യം പോകും. സോ D സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 എന്ന് വരും. കാരണം ഇവിടെ 10⁻+3യും ഈ 3യും ക്യാൻസൽ ആവും. D സ്ക്വയർ 9 ആണെങ്കിൽ ദ വാല്യൂ ഓഫ് D എന്ന് പറഞ്ഞാൽ അതിന്റെ റൂട്ട് 3 മീറ്റർ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. സോ മക്കളെ ഇവിടെ ആ ഒരു കോൺസെപ്റ്റ് ഡൈപോളിന്റെ ആക്സിയൽ പോയിന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇക്വറ്റോറിയൽ പോയിന്റ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. എന്നാൽ ഡൈപോളിന്റെ മിഡ് പോയിന്റ് ഉണ്ടാവുന്ന ഫീൽഡിനെ പറ്റി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അത് അതിന്റെ 2 ടൈംസ് ആയിരിക്കും. രണ്ടാളുകളും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ 2 ടൈംസ് ആയിരിക്കും. സോ ഇവിടെ ഈ രണ്ടാളുകൾ തമ്മിലുള്ള ദൂരമാണ് ചോദിച്ചത്. ഇവിടെ നിങ്ങോട്ടേക്കുള്ള ദൂരം അതിന്റെ പകുതി ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയ നിങ്ങളെ മനസ്സിൽ വേണം. സോ ഡൈപോൾ പഠിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇങ്ങനത്തെ ഐഡിയാസ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഏത് ചാപ്റ്റർ വേണം എന്ന് പറയാം. ആ ചാപ്റ്റർ അനുസരിച്ച് നമുക്ക് +1 ഉള്ള ഇമ്പോർട്ടന്റ് ഏരിയാസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് മൂവ് ചെയ്യാം. സോ താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. ബൈ ബൈ.